it's bad, but I can't help myself. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് വിശേഷങ്ങളായാലോ. ആരാണ് ഞാൻ, എന്തിനാണ് ഞാനിങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ളത്, എന്തൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളായിട്ട് നമുക്കിന്നൊന്ന് സംസാരിച്ച് പോവാം. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഒരു മോർണിംഗ് റുട്ടീൻ കൂടെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പം നമ്മുടെ ആദ്യത്തെ വീഡിയോയ്ക്ക് തന്ന കട്ട സപ്പോർട്ട് തുടർന്നും ഉണ്ടാവണം. ആദ്യത്തെ വിശേഷം പേരിൽ നിന്നായാലോ. എൻ്റെ പേര് ജിതിന. ഞാനും ഹസ്ബൻഡും 3 കുട്ടികളും അമ്മയും അടങ്ങിയിട്ടുള്ള ഒരു കുഞ്ഞു വലിയ ഫാമിലിയാണ് ഞങ്ങളുടേത്. ഞാൻ താമസിക്കുന്നത് കണ്ണൂരാണ്. നമ്മുടെ ചാനലിലെ ആദ്യത്തെ വീഡിയോ തന്നെ നിങ്ങൾ കണ്ടിട്ട് തന്നിട്ടുള്ള ആ ഒരു കട്ട സപ്പോർട്ട് ഈ വീഡിയോക്ക് ഉണ്ടാവണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടും കമൻസും ഒക്കെയാണ് നമുക്ക് വീണ്ടും വീഡിയോസ് ചെയ്യാനുള്ള ഒരു പ്രചോദനം. അപ്പം ഇന്ന് ഞാൻ എന്തിനാണ് ചാനൽ തുടങ്ങിയത് എന്നതിനെ പറ്റി സംസാരിച്ചാലോ. അതിനു മുമ്പ് ഒരു സത്യം പറയട്ടെ, ഇതെൻ്റെ ആദ്യത്തെ ചാനലല്ല. ഏകദേശം 25,000-ഓളം സബ്സ്ക്രൈബേഴ്സ് ഉള്ള വേറൊരു ചാനൽ കൂടെ ഉണ്ട്. ഇതെൻ്റെ സെക്കൻഡ് ചാനലാണ്. ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിട്ട് ഞാൻ എന്തിനാണ് വീണ്ടും ഒരു ചാനൽ തുടങ്ങിയത്? അതിനുള്ള ഉത്തരമാണ് ഈ ചാനൽ. നമുക്ക് സബ്സ്ക്രൈബേഴ്സ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്രയും വ്യൂസ് കൂടെ നമുക്ക് ആ ചാനലിൽ നിന്ന് ലഭിക്കണം. ഒരു ഷോർട്സ് വീഡിയോ വൈറലായി കിട്ടിയ സബ്സ്ക്രൈബേഴ്സാണ് ഈ 23,000 സബ്സ്ക്രൈബേഴ്സും. അപ്പോൾ ഈ സബ്സ്ക്രൈബേഴ്സിന് ഒരിക്കലും നമ്മൾ വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ പോവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്യുന്ന വീഡിയോസിന് വ്യൂ കുറവായിരിക്കും. നമുക്ക് നല്ല രീതിയിൽ വീഡിയോസിന് വ്യൂ ലഭിച്ചാൽ മാത്രമേ നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവുള്ളൂ. അത് യൂട്യൂബിൽ നിന്ന് റവന്യൂ ലഭിക്കുന്നതായാലും നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ വളർച്ചയായാലും നമുക്ക് യൂട്യൂബ് ചാനലിൽ വീഡിയോസ് ചെയ്യാനുള്ള താല്പര്യമായിരുന്നാലും. അങ്ങനെ ഇരിക്കെ എൻ്റെ ഒരു ഫേവറേറ്റ് യൂട്യൂബറിൻ്റെ വീഡിയോ കണ്ടപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞ ഒരു ഐഡിയ വെച്ചിട്ടാണ് ഞാൻ ഈ പുതിയ ചാനൽ തുടങ്ങിയിട്ടുള്ളത്. അതൊക്കെ ഇവിടെ നിൽക്കട്ടെ, നമുക്ക് നമ്മുടെ രാവിലെയുള്ള വിശേഷങ്ങളിലേക്ക് കിടക്കാം. എന്തേ പാതി വഴിയിലെല്ലാം അവസാനിപ്പിച്ചു എന്ന് കരുതണ്ട. നമ്മൾ ഇനിയും വീഡിയോസ് ചെയ്യുമല്ലോ. അപ്പോൾ ഇനിയും വിശേഷങ്ങൾ എന്നെപ്പറ്റി നിങ്ങൾക്ക് അറിയാലോ. ഒറ്റയടിക്ക് പറഞ്ഞു തീർത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സംസാരിക്കാൻ ഒരു വിഷയം ഇല്ലാത്ത പോലെ ആവില്ലേ. നമ്മൾ നല്ല രീതിയിൽ മനസ്സ് തുറന്ന് സംസാരിച്ചാൽ മാത്രമേ എവിടെയോ ഇരുന്ന് വീഡിയോ കാണുന്ന നിങ്ങൾക്ക് നല്ലൊരു സുഹൃത്തായോ സഹോദരിയായോ ഒക്കെ നമ്മളെ ഫീൽ ചെയ്യുള്ളൂ. രാവിലെ എഴുന്നേറ്റാൽ ആകെ കൂടെ ഒരോട്ടപ്പാച്ചിലാണ്. എന്തിനാണ് ഇങ്ങനെ ധൃതി പിടിക്കുന്നത്? കുറച്ച് നേരത്തെ എഴുന്നേറ്റാൽ പോരെ? നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ഞാൻ എന്നോട് തന്നെ പലവട്ടം ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ചെയ്യില്ല, മടിയാണ് കാരണം. എന്ന് വെച്ച് പിള്ളേരുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല കേട്ടോ. മുൻപ് എപ്പോഴോ രാവിലെ എഴുന്നേൽക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. വെക്കേഷൻ ആയിക്കഴിഞ്ഞാൽ ആ ശീലമൊക്കെ പാടേ മാഞ്ഞു പോകും. പിന്നെ മെല്ലെ ഓടി നമ്മൾ ആ ശീലത്തിൻ്റെ പുറകെ എത്തുമ്പോഴേക്കും ദേ കിടക്കുന്നു അടുത്ത വെക്കേഷൻ. ഓണം വെക്കേഷൻ, ക്രിസ്മസ് വെക്കേഷൻ, സമ്മർ വെക്കേഷൻ തീർന്നു. ഒരാൾക്ക് മടി പിടിക്കാൻ ഇത്രയൊക്കെ തന്നെ ധാരാളമല്ലേ. ഈ യൂട്യൂബ് ചാനൽ കണ്ട് വല്ല മോട്ടിവേഷൻ ലഭിക്കുക എന്ന് കരുതിയിട്ട് കാണുന്നവരാണെങ്കിൽ ഞാൻ നിങ്ങളെ കൂടി മടിച്ചിയാക്കുകയാണോ? അങ്ങനെയൊന്നും കരുതല്ലേ. ഇങ്ങനെയുള്ളവരുമുണ്ട്. എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു തീർക്കാമെന്ന് കരുതിയാൽ നമുക്ക് ജീവിക്കാനാവില്ലല്ലോ. രാവിലെ എഴുന്നേറ്റാൽ മക്കളുടെ ഡെയിലി റുട്ടീൻസൊക്കെ ഓൾമോസ്റ്റ് അവർ തന്നെ ചെയ്തോളും. ജസ്റ്റ് നമ്മളൊന്ന് ശ്രദ്ധിച്ചു കൊടുത്താൽ മതി. 3 പേരാണ് മക്കളെന്ന് പറഞ്ഞല്ലോ. മൂത്തയാൾ +1 പഠിക്കുന്നത്. അവനൊരു ചായ പ്രാന്തനാണ്. അപ്പോൾ സ്വയം ചായ ഉണ്ടാക്കാൻ പഠിച്ചതിന് ശേഷം ആ കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടില്ല. പിന്നെ രണ്ടാമത്തെ ആൾ, അവൻ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നിനും വലിയ താല്പര്യമുള്ള ഒരാളല്ല. അവൻ നമ്മളെയൊക്കെ ഹെൽപ്പ് ചെയ്ത് അങ്ങനെ ചുമ്മാ നടക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എന്നാൽ നന്നായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ക്ലീനിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും അവൻ. മൂത്തത് 2 ആൺകുട്ടികളാണെങ്കിൽ ഇളയതൊരു പെൺകുട്ടിയാണ്. മോളുടെ പേര് ഏക. അത് തന്നെയാണ് വീടിൻ്റെ പേരും. അവൾ ജനിക്കുന്നതിന് മുമ്പേ ഞങ്ങൾ വീടിനിട്ട പേര്. ഭാഗ്യം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും അവളൊരു പെൺകുട്ടിയായപ്പോൾ അവൾക്കും കൊടുത്തു അത് തന്നെ പേര്. അവളുടെ കാര്യങ്ങളിലൊക്കെ നമ്മൾ കൂടെ വേണം. കുളിക്കുന്നത് മുതൽ മുടി കെട്ടാനും യൂണിഫോം ഇടാനും ഒക്കെ നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം. പിന്നെ വേണമല്ലോ, അവൾ ആകെ 1-ാം ക്ലാസ്സിൽ എത്തിയിട്ടേ ഉള്ളൂ. ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലൊന്നും ആരും നമ്മളെ ബുദ്ധിമുട്ടിക്കാറില്ല. നമ്മൾ കുക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ തന്നെ എടുത്ത് കഴിച്ചോളും. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് നിർബന്ധങ്ങളൊന്നുമില്ല. പിന്നെ പച്ചക്കറി അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ലാന്നേ ഉള്ളൂ. എന്നാലും അവർക്ക് മുമ്പിൽ ഞാനൊരു ബിഗ് ബോസ് ആകുന്നതുകൊണ്ട് തന്നെ പച്ചക്കറി അവർ കഴിക്കും. ചിക്കനാണ് കൂടുതൽ താല്പര്യം എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഹസ്ബൻഡിൻ്റെ കാര്യം പറഞ്ഞില്ലല്ലോ. ഇവർ 3 പേരും എൻ്റെ കുട്ടികളാണെങ്കിൽ അതിലും ഇളയ കുട്ടിയാണ് ഏട്ടൻ എന്ന് പറയുന്നത്. ഇപ്പം എന്നെപ്പറ്റി ഏകദേശം ഒരു ഐഡിയ ഒക്കെ നിങ്ങൾക്ക് കിട്ടിയില്ലേ. ഇതൊരു സാറ്റർഡേ മോർണിംഗ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് മാത്രമേ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി 2 പേരും വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. രാവിലത്തെ കുറച്ച് പ്രിപ്പറേഷൻസും ബ്രേക്ക്ഫാസ്റ്റ് കുക്കിങ്ങും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരുപാട് നീട്ടി വലിച്ച് നിങ്ങളെ ബോറടിപ്പിക്കണ്ടെന്ന് കരുതി അപ്പോൾ ഇതിന് ശേഷം ചോറും കറിയും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്താം.
അപ്പം എൻ്റെ എല്ലാ പുതിയ കൂട്ടുകാരും എൻ്റെ കൂടെ കട്ട സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാവില്ലേ? വീഡിയോ കാണുന്നവർ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ കമൻസ് ഒക്കെ ഒന്ന് അറിയിക്കാൻ മറക്കരുതേ. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരിക്കും എല്ലാവർക്കും ബൈ.